പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള അതിർത്തിയിലെ ഏറ്റുമുട്ടലുകൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള പ്രതിസന്ധിയിലുള്ള സഖ്യകക്ഷികളോടുള്ള ഏറ്റുമുട്ടലിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം വീണ്ടും ഇന്ത്യയുടെ മേൽ ചാരിയിരിക്കുകയാണ്. അതിർത്തിയിൽ ഇന്ത്യ വൃത്തികെട്ട കളികൾ കളിച്ചേക്കാമെന്നും ഈ സാഹചര്യത്തിൽ ഇന്ത്യയോടും താലിബാനോടും യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നുമുള്ള ആസിഫിന്റെ ഈ പ്രസ്താവന ഇസ്ലാമാബാദ് നിലവിൽ അനുഭവിക്കുന്ന ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള കടുത്ത സമ്മർദ്ദത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സ്വന്തം മണ്ണിൽ നിന്ന് ഉയരുന്ന ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ സാധിക്കാതെ വരുമ്പോൾ അതിനെ ഒരു ബാഹ്യ ശക്തിയുടെ ഗൂഢാലോചനയായി ചിത്രീകരിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പതിവ് നയതന്ത്രപരമായിട്ടുള്ള പ്രതിരോധ തന്ത്രമാണ് ഈ പ്രസ്താവനയിലൂടെ വീണ്ടും വെളിവാകുന്നത്. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം തകർന്നിരിക്കുമ്പോൾ ദേശീയ വികാരം ഉണർത്താനും ആഭ്യന്തര വിമർശനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള ശ്രമമായും ഈ ആരോപണത്തെ നിരീക്ഷകരും വിലയിരുത്തുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ഇന്ത്യക്ക് വേണ്ടി നിഴൽയുദ്ധം നടത്തുകയാണെന്ന ഖവാജ ആസിഫിന്റെ മുൻ ആരോപണം നിലവിലെ അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള പാകിസ്ഥാനിന്റെ താല്പര്യത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ചരിത്രപരമായി പാകിസ്ഥാന്റെ ഒരു തന്ത്രപരമായിട്ടുള്ള പങ്കാളിയായി കണക്കാക്കപ്പെടുന്ന താലിബാൻ ഭരണകൂടം ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിയുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള വൈമുഖ്യം പാകിസ്ഥാന്റെ നയതന്ത്ര തലത്തിൽ തന്നെ പ്രകടവുമാണ്. താലിബാനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഹെത്രിക് ഈ താലിബാൻ പാകിസ്ഥാൻ പോലുള്ള ഭീകര ഗ്രൂപ്പുകൾ പാകിസ്ഥാനെതിരെ ആക്രമണത്തെ ശക്തമാക്കുമ്പോൾ അതിനെ താലിബാൻ നിയന്ത്രിക്കുന്നില്ല എന്നതിലുള്ള അസംതൃപ്തിയാണ് പാകിസ്ഥാന്റെ നിലവിലെ നയതന്ത്രപരമായിട്ടുള്ള ഈ നീക്കത്തിന്റെ കാരണം. എന്നിരുന്നാലും താലിബാനും ഇന്ത്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലായിട്ടില്ലാത്ത ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ താലിബാൻ നിഴൽയുദ്ധം നടത്തുന്നു എന്ന ആരോപണം യുക്തിക്ക് നിരക്കുന്നതല്ല. പാകിസ്ഥാന്റെ ഈ ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ യുക്തിരാഹിത്യം തന്നെയാണ്. ഖവാജ ആസിഫ് ഇന്ത്യ വൃത്തികെട്ട കളികൾ കളിക്കാൻ ശ്രമിച്ചേക്കാം എന്ന് പറഞ്ഞതിലൂടെ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളെ ബാഹ്യശക്തികളുടെ ഗൂഢാലോചനയായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തന്നെ ദീർഘകാലമായുള്ള ഒരു നയതന്ത്ര സമീപനം കൂടിയാണ്. സ്വന്തം അതിർത്തിക്കുള്ളിലെ തീവ്രവാദ ഭീഷണികളെയും താലിബാനുമായുള്ള ബന്ധം തകർന്നതിന്റെ പ്രത്യാഘാതങ്ങളെയും അഭിമുഖീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ പൊതുജന ശ്രദ്ധ സ്വീകരിക്കുന്നതിനും സൈന്യത്തിന്റെ ആത്മവീര്യം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം വൃത്തികെട്ട കളികൾ എന്ന പ്രയോഗങ്ങൾ നടത്തുന്നത്. ഈ ആരോപണങ്ങൾ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ പാകിസ്ഥാൻ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയത്തിന്റെ അസ്ഥിരത, തീവ്രവാദത്തിന്റെ ആഭ്യന്തര സ്വാധീനം എന്നിവയിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധ വ്യതിചലിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഇന്ത്യയോടും താലിബാനോടും യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന ഖവാജ ആസിഫിന്റെ പ്രഖ്യാപനം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശക്തമായുള്ള ഒരു പ്രതിച്ഛായ നിലനിർത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ ഇതിനോടകം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് പരസ്യമായി ചർച്ച ചെയ്യാനാകില്ല എന്ന ഭാഗം സൈനികപരമായുള്ള രഹസ്യങ്ങൾ സൂചിപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ തന്ത്രപ്രധാനമായുള്ള മുൻതൂക്കം ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിടുകയാണ്. എന്നിരുന്നാലും പാകിസ്ഥാൻ നിലവിൽ അഭിമുഖീകരിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ഒരു വലിയ യുദ്ധത്തിന് അനുമതി നൽകുന്നില്ല. വിദേശ നാണ്യം, പണപ്പെരുപ്പം, IFFന്റെ സഹായം എന്നിവയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത്തരമൊരു സൈനിക നീക്കം രാജ്യത്തെ പൂർണ്ണമായും തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ബുധനാഴ്ച പ്രഖ്യാപിച്ചിട്ടുള്ള 48 മണിക്കൂർ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ പാകിസ്ഥാന്റെ നയതന്ത്രപരമായിട്ടുള്ള പരാജയത്തെയും മധ്യസ്ഥതയുടെ ആവശ്യകതയും സൂചിപ്പിക്കുകയാണ്. നേരിട്ടുള്ള ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പാകിസ്ഥാൻ ഖത്തറിന്റെയും സൗദിയുടെയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ പാകിസ്ഥാൻ എത്രത്തോളം ദുർബലമാണെന്ന് വ്യക്തമാവുകയാണ്. സൗദിയും ഖത്തറും ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട ശക്തികളായതുകൊണ്ടും താലിബാനുമായി നല്ല ബന്ധം പുലർത്തുന്നത് കൊണ്ടുമാണ് പാകിസ്ഥാൻ ഇവരുടെ സഹായം തേടിയിരിക്കുന്നത്. ഈ മധ്യസ്ഥ ശ്രമങ്ങൾ ലഘൂകരിക്കാനും ദീർഘകാല സമാധാനം സ്ഥാപിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഡ്യൂറന്റ് ലൈൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായുള്ള ഭിന്നതയുടെ ഒരു പ്രതീകം കൂടിയാണ്. ഈ അതിർത്തി താലിബാൻ അംഗീകരിക്കുന്നില്ല എന്നതാണ് നിലവിലെ സംഘർഷങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ താലിബാൻ സൈനികർക്ക് പുറമെ സാധാരണക്കാരൻ കൊല്ലപ്പെട്ടത് അതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. താലിബാൻ തങ്ങളുടെ സൈനിക പോസ്റ്റുകൾ തകർത്തെന്ന പാകിസ്ഥാന്റെ ആരോപണം അതിർത്തിയിലെ പാകിസ്ഥാൻ സൈനികപരമായുള്ള മുൻതൂക്കത്തിന് ഒരു വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഖവാജ ആസിഫിന്റെ ഇന്ത്യക്കെതിരായിട്ടുള്ള ആരോപണങ്ങളോടും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തോടും അന്താരാഷ്ട്ര സമൂഹം വലിയ പ്രതികരണങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടുമില്ല.
ലോകത്തിന്റെ മറ്റ് ആഗോള പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഈ സംഘർഷം പ്രാദേശിക പ്രശ്നമായി ചുരുങ്ങുകയാണ്. ഈ മൗനം പാകിസ്ഥാന്റെ ആരോപണങ്ങൾക്ക് അന്താരാഷ്ട്ര വേദിയിൽ വിശ്വാസ്യത കുറയ്ക്കുമെന്ന് ഉറപ്പുമാണ്. പാകിസ്ഥാന്റെ ആരോപണങ്ങൾക്ക് ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിക്കാത്തത് ഇന്ത്യയുടെ നയതന്ത്രപരമായിട്ടുള്ള പക്വതയുടെയും ദീർഘവീക്ഷണത്തിന്റെയും കൂടി ഒരു ഭാഗമാണ്. ഇത്തരം അസ്ഥാനത്തുള്ള ആരോപണങ്ങളോട് പ്രതികരിക്കുന്നത് പാകിസ്ഥാന്റെ ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുകയുള്ളൂ. ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ താല്പര്യങ്ങളിലും അതിർത്തി സുരക്ഷയിലും കൂടിയാണ്. അഫ്ഗാനിസ്ഥാൻ സംഘർഷം ഇന്ത്യക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനവും ചെലുത്തുന്നുമുണ്ട്. ദേശീയത ഉണർത്താനും പ്രതിരോധ സേനയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാനും പ്രതിപക്ഷ വിമർശനങ്ങളിൽ നിന്ന് ഭരണകൂടത്തെ സംരക്ഷിക്കാനും ഈ പ്രസ്താവനകൾ സഹായിക്കുകയും ചെയ്യാം. എന്നിരുന്നാലും ഈ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ദീർഘകാല സുരക്ഷയ്ക്ക് തന്നെ ദോഷകരമാവുകയും ചെയ്തേക്കാം. അഫ്ഗാനിസ്ഥാൻ സംഘർഷം കൂടുതൽ വഷളാവുകയാണെങ്കിൽ അത് മേഖലയുടെ സമാധാനത്തിന് ഗുരുതരമായിട്ടുള്ള ഭീഷണികൾ നൽകുന്നുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ ഒരു തുടക്കം മാത്രമാണ്. ദീർഘകാല സമാധാനം സ്ഥാപിക്കണമെങ്കിൽ താലിബാൻ ഡ്യൂറന്റ് ലൈൻ അംഗീകരിക്കുകയും അഫ്ഗാൻ മണ്ണിൽ നിന്നുള്ള തീവ്രവാദ ആക്രമണങ്ങളെ നിയന്ത്രിക്കുകയും വേണം.